സ്വർണത്തിന്റെ വില വച്ചടി കയറുകയല്ലേ. ഇപ്പോൾ സ്വർണം വാങ്ങിക്കണമെന്ന് കുറച്ച് കാശ് കരുതിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ മനസ്സിൽ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അത്രയും സ്വർണം വാങ്ങിക്കാനുള്ള കാശില്ല. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് 9 കാരറ്റ് ഗോൾഡ്. റീസെൻ്റ്ലി ഗോൾഡിൽ 9 കാരറ്റ് ഗോൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആഗസ്റ്റ് 2025 തൊട്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 9 കാരറ്റ് ഗോൾഡിനെ ഹാൾമാർക്ക് ചെയ്തേ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമവും വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ 9 കാരറ്റ് ഗോൾഡ് എത്ര വിലയാണെന്ന് അറിയണം അല്ലേ? 9 കാരറ്റ് ഗോൾഡിൻ്റെ വില നോർമലി നിങ്ങൾ ഒരു പവൻ സ്വർണം വാങ്ങിക്കാൻ 90,000 മുതൽ 1,00,000 രൂപ വരെ ആകും. അതിൻ്റെ മേക്കിംഗ് ചാർജസ് അനുസരിച്ചിരിക്കും അത്. പക്ഷേ ഇതിൻ്റെ ഏതാണ്ട് അതിൻ്റെ 1/3 മാത്രമേ ഉള്ളൂ. അതായത് ഒരു പവൻ്റെ 9 കാരറ്റ് ഗോൾഡ് വാങ്ങിക്കാൻ 30 മുതൽ 35,000 രൂപ വരെ നിങ്ങൾ കൊടുത്താൽ മതി. ഇതിലും സ്വർണ്ണമാണുള്ളത്. സ്വർണത്തിൻ്റെ അളവ് നോർമൽ 22 കാരറ്റ് ഗോൾഡിൽ ഏതാനും മുഴുവനും കംപ്ലീറ്റ്ലി പ്യുവർ ഗോൾഡാണ്. 9 കാരറ്റ് ഗോൾഡിൻ്റെ കാര്യത്തിൽ 37.5% മാത്രമാണ് പ്യുവർ ഗോൾഡ്. ബാക്കിയുള്ളത് കോപ്പർ, സിങ്ക്, സിൽവർ, പലേഡിയം ഇങ്ങനത്തെ മെറ്റൽസ് ആണ് മിക്സ് ചെയ്ത് ഈ 9 കാരറ്റ് ഗോൾഡിൽ സ്വർണം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റ് മാത്രമല്ല 1/3. ശരിക്കും നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ 3 കൊല്ലത്തിന് മുമ്പ് ചെയ്താൽ ഏതാണ്ട് ഡബിൾ കൂടുതലായി. ഇപ്പോൾ ആ അപ്രിഷിയേഷനും ഇതിൽ കിട്ടിയേക്കും. കാരണം നിങ്ങൾ എപ്പോഴും വേണമെങ്കിലും ഇത് ഹാൾമാർക്ക് ആയതുകൊണ്ട് സ്വർണ്ണക്കടയിൽ വിൽക്കാൻ പറ്റും. ഇതിൽ 37.5% മാത്രമേ ഗോൾഡ് ഉള്ളൂ. ആ ഗോൾഡിൻ്റെ വില, അതായത് ഗോൾഡിൻ്റെ പോർഷൻ എത്ര അപ്രിഷിയേഷൻ ആയിട്ടുണ്ടോ ആ 37% ഗോൾഡിൻ്റെ വില ഇരട്ടി ആയിട്ടുണ്ടെങ്കിൽ ഈ 37% ഗോൾഡിൻ്റെ ആ പോർഷൻ ഇരട്ടി ആവുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ തുച്ഛമായ കാശേ ഉള്ളൂ. ഇന്നത്തെ വിലയ്ക്കുള്ള സ്വർണം, അതായത് 22 കാരറ്റ് സ്വർണം വാങ്ങിക്കാനുള്ള കാശില്ലെങ്കിലും അതിന് ബെസ്റ്റ് റെമഡിയാണ്. മാത്രമല്ല, ഈ 9 കാരറ്റ് ഗോൾഡിൽ ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ 22 കാരറ്റിൻ്റെ ആഭരണത്തിൻ്റെക്കാളും നല്ല കട്ടിയുള്ളതാണ്. അതായത് ഈ 22 കാരറ്റ് ഗോൾഡ് പെട്ടെന്ന് അതിൻ്റെ തിക്നെസ് അനുസരിച്ച് വളയുകയോ ഒടിയുകയോ പിന്നെ സ്ക്രാച്ച് ഉണ്ടാവുകയൊക്കെ ആവും. പക്ഷേ 9 കാരറ്റ് ഗോൾഡ് അത്രയും സ്ക്രാച്ചസോ പെട്ടെന്ന് വളയുകയോ ഒടിയുകയോ ചെയ്യത്തില്ല. കാരണം അതനുസരിച്ച് ഈ ബാക്കി മെറ്റൽസും ഉള്ളതുകൊണ്ട് ഇത് സ്ട്രോങ് ആണ്. മാത്രമല്ല, നിങ്ങൾ നോർമൽ 22 കാരറ്റ് ഗോൾഡ് ആണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പോളിഷ് ചെയ്യേണ്ടി വരും. അതിൻ്റെ തിളക്കം അങ്ങനെ നിൽക്കണമെങ്കിൽ ആ പോളിഷിൻ്റെ ആവശ്യമൊന്നും 9 കാരറ്റ് ഗോൾഡിൽ കൂടുതൽ വരില്ല. ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്വർണം വാങ്ങിക്കുമ്പോൾ 15-20 വർഷത്തേക്കാണ് വാങ്ങിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെന്ന് മാറ്റുമ്പോൾ അതിന് മേക്കിംഗ് ചാർജസ് ഒക്കെ കൊടുക്കണം. അങ്ങനത്തെ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ 22 കാരറ്റ് ഗോൾഡാണ് ബെസ്റ്റ്. അതായത് ഒരുപാട് ലോങ് ടേം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 22 കാരറ്റ് ഗോൾഡാണ് ബെസ്റ്റ്. 10 വർഷത്തിന് താഴെ ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പ്ലാനേ ഉള്ളുവെങ്കിൽ 9 കാരറ്റ് ഗോൾഡ് മതി. വിലയും കുറയും, ഹാർഡുമാണ്, അത്ര പെട്ടെന്ന് നാശമാവത്തുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ട ബഡ്ജറ്റിൽ, അതായത് നിങ്ങളുടെ ബഡ്ജറ്റിൽ നേരത്തേക്കാളും ഏതാണ്ട് 3 ഇരട്ടിക്കുള്ള സ്വർണം ആഭരണം വാങ്ങിക്കാൻ പറ്റും. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. നോർമലി നമ്മുടെ സ്വർണത്തിൻ്റെ 22 കാരറ്റ് സ്വർണത്തിൻ്റെ കളർ സെയിം ആണല്ലോ, ഏതാണ്ട് ഒരു ഷൈനി യെല്ലോ, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ 9 കാരറ്റ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം 3 കളറിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് യെല്ലോ ഗോൾഡ്, നോർമൽ സ്വർണത്തിൻ്റെ ഏതാണ്ട് ഈക്വൽ അതിൻ്റെ ലുക്ക് കാണും. ഈ യെല്ലോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം 37% പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞത് 9 കാരറ്റിൽ. അതല്ലാതെ ബാക്കിയുള്ള 62% യെല്ലോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം സിൽവറിലാണ്. പിന്നെ നമുക്കുള്ളത് വൈറ്റ് ഗോൾഡാണ്. വൈറ്റ് ഗോൾഡിൽ ഈ ബാക്കിയിരിക്കുന്ന 62% സിൽവറിലും പലേഡിയമിലും മിക്സ് ചെയ്ത് ആണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റോസ് ഗോൾഡാണ്. റോസ് ഗോൾഡിൻ്റെ കാര്യത്തിൽ ഈ 62% കാപ്പറാണ്. സോ ഇങ്ങനെ 3 കളറിൽ നമുക്ക് കിട്ടും, നമുക്ക് വേണ്ട ഡിസൈനുകളിൽ കിട്ടും. ഇനി നമുക്ക് പർട്ടിക്കുലർലി ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് യങ് ജനറേഷന് സ്വർണത്തിനോട് പഴയ കമ്പമൊന്നുമില്ല, പഴയ ആൾക്കാരുടെ കമ്പമൊന്നുമില്ല. പക്ഷേ അവർക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതായത് സൊസൈറ്റി കൊണ്ടുവരുന്ന നിർബന്ധം. പേരൻസ് ആയാലും അപ്പൂപ്പൻ അമ്മൂമ്മയായാലും പിന്നെ ബന്ധുക്കളായാലും കേരളത്തിൽ സ്വർണ്ണം ഇല്ലാതെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്വർണം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഒന്ന് താഴോട്ട് പുച്ഛമായിട്ട് നോക്കുന്നവരാണ് കൂടുതൽ. ആ പുച്ഛമൊന്നും ഇനി ഉണ്ടാകത്തില്ല. അവരുടെ കണ്ണിനെ കടന്ന് വെട്ടിക്കാനാണ് 9 കാരറ്റ് ഗോൾഡ് വന്നേക്കുന്നത്. 9 കാരറ്റ് ഗോൾഡ് ഇട്ടുകൊണ്ട് പോവുക, നേരത്തെ കൊടുത്തതിനേക്കാൾ 1/3 കാശ് കൊടുത്താൽ മതി. ബഡ്ജറ്റ് ഇല്ലെങ്കിലും ജസ്റ്റ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും ഇനി നമുക്ക് 9 കാരറ്റ് ഗോൾഡ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റാണ്, കുറച്ച് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടും റഫായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു സൊല്യൂഷൻ അല്ലേ? ഇനി കാശ് മൊത്തം വലിച്ചു വാരിക്കൊണ്ട് സ്വർണ്ണത്തിൽ ഇടണ്ട, അതിലും കുറഞ്ഞ കാശ് കൊടുത്ത് ആഭരണം വാങ്ങിക്കാൻ പറ്റിയ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നവർക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടി, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വർണം അണിയുന്നവർക്കും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ, ഈസിയായ ഡിസൈനിൽ വാങ്ങിക്കാൻ ഹാൾമാർക്ക്ഡ് സ്വർണ്ണമാണ് ഈ 9 കാരറ്റ്. സ്വർണ്ണക്കമ്പമുള്ള കേരളത്തിൽ ഇതിൽ കൂടുതൽ എന്തൊരു ന്യൂസ് വേണം അല്ലേ? ഇതല്ലേ ബെസ്റ്റ് ന്യൂസ്. നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും സ്വർണ്ണക്കമ്പമുള്ളവർക്ക് ഇത്രയും നല്ല ന്യൂസ് ഉണ്ടായിട്ടില്ല.
ഇനി നിങ്ങളുടെ അടുത്തുള്ള സ്വർണ്ണക്കടയിലും ഈ 9 കാരറ്റ് ഗോൾഡ് കിട്ടും. ഗോൾഡ് എത്ര വർദ്ധിക്കുന്നുണ്ടോ ഈ 37.5% ഗോൾഡ് അതനുസരിച്ച് വാല്യൂ വർദ്ധിക്കുകയും ചെയ്യും. സോ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവും.